പെരുന്നാൾ അവധിയോടനുബന്ധിച്ച് ഒമാനിലെ വാദി ബനി ഖാലിദിലെത്തിയത് 32,142 സന്ദർശകർ. ദോഫാർ ഗവർണറേറ്റിൽ ഉടുമ്പിനെ വേട്ടയാടിയ സംഘം അറസ്റ്റിൽ. ഒമാനിലെ ജയിലുകളിൽ കഴിയുന്നത് 148 ഇന്ത്യക്കാരെന്ന് റിപ്പോർട്ട്. രാജ്യത്തേക്ക് വൻതോതിൽ മയക്കുമരുന്ന് കടത്താൻ ശ്രമം. 3 യമൻ പൗരന്മാരെ പിടികൂടി ഒമാൻ കോസ്റ്റ് ഗാർഡ് പോലീസ്. ഗൾഫ് മാധ്യമം ഒമാൻ ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices. Powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ഒമാനിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ വാദി ബനി ഖാലിദിലേക്ക് പെരുന്നാൾ അവധി ദിവസങ്ങളിൽ എത്തിയത് 32,142 സന്ദർശകർ. മാർച്ച് 30 മുതൽ ഏപ്രിൽ 5 വരെയുള്ള ദിവസങ്ങളിലാണ് ഇത്രയും പേർ ഈ മനോഹര സൗന്ദര്യം തേടി ഇവിടെ എത്തിയത്. വടക്കൻ ഷർക്കിയ ഗവർണറേറ്റ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 28,626 സന്ദർശകരുമായി ഏഷ്യക്കാരാണ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത്. 1,440 സന്ദർശകരുമായി യൂറോപ്യന്മാർ രണ്ടാം സ്ഥാനത്തുമാണുള്ളത്. വാദി ബനി ഖാലിദിന്റെ വികസനത്തിന് നിരവധി പദ്ധതികൾ ഇതിനോടകം ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഈ മേഖലയിൽ വിവിധ വികസന പദ്ധതികൾക്കായി അധികൃതർ കഴിഞ്ഞ നവംബറിൽ ടെൻഡർ ക്ഷണിച്ചിരുന്നു. മേഖലയിലെ പശ്ചാത്തല സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുകയും പ്രാദേശിക വിഭവങ്ങളും സേവനങ്ങളുടെയും നിലവാരം മെച്ചപ്പെടുത്തുകയുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഉടുമ്പിനെ വേട്ടയാടിയ സംഭവത്തിൽ ദോഫാർ ഗവർണറേറ്റിൽ നിന്ന് ഒരു കൂട്ടം പൗരന്മാരെ അധികൃതർ അറസ്റ്റ് ചെയ്തു. ഗവർണറേറ്റിലെ പരിസ്ഥിതി അതോറിറ്റി അധികൃതരാണ് നടപടിയെടുത്തത്. വന്യജീവി സംരക്ഷണ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായ പ്രവൃത്തിയാണ് ഉടുമ്പുകളെ വേട്ടയാടുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ പുരോഗമിക്കുകയാണ്. സുൽത്താനേറ്റിനുള്ളിൽ വന്യജീവി സംരക്ഷണ നിയമങ്ങൾ നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്ന് പരിസ്ഥിതി അതോറിറ്റിയും അറിയിച്ചു. ഒമാനിലെ ജയിലുകളിൽ കഴിയുന്നത് 148 ഇന്ത്യക്കാരെന്ന് റിപ്പോർട്ട്. ഫെബ്രുവരി ആദ്യവാരത്തിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലോക്സഭയിൽ നൽകിയ മറുപടിയിലാണ് ഒമാൻ ഉൾപ്പെടെ വിവിധ വിദേശ രാജ്യങ്ങളിൽ തടവിലായ ഇന്ത്യക്കാരുടെ എണ്ണം സംബന്ധിച്ച് വ്യക്തമാക്കിയത്. ഇതുപ്രകാരം 6 ഗൾഫ് രാജ്യങ്ങളിലായി 6,478 ഇന്ത്യക്കാരാണ് വിവിധ കേസുകളിലായി ജയിലുകളിലുള്ളത്. കേസുകളിൽ ശിക്ഷ അനുഭവിക്കുന്നവരും വിചാരണയിലുള്ളവരും ഉൾപ്പെടെയാണ് ഈ കണക്ക്. രാജ്യത്തേക്ക് മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച 3 യമനികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. മിർബാദ് വിലായത്തിന്റെ തീരത്ത് നിന്ന് ദോഫാർ ഗവർണറേറ്റ് പോലീസ് കമാൻഡിലെ കോസ്റ്റ് ഗാർഡ് പോലീസാണ് ബോട്ടിലെത്തിയ സംഘത്തെ പിടികൂടിയത്. അറസ്റ്റിലായവർക്കെതിരായ നിയമ നടപടികൾ പൂർത്തിയായി വരികയാണെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പേജുകൾ ഫോളോ ചെയ്യാവുന്നതാണ്. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices. Powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.